Hi dear friends, dear students, welcome to Gallant IAS. Yes, history. It's a huge headache for many aspirants. ഒരുപാട് പേർക്ക് നല്ല ടെൻഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ് ഹിസ്റ്ററി. അവിടെ ആൻഷ്യൻ ഇന്ത്യ ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, ഇതൊക്കെ ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ആണ്. വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി മുന്നോട്ടേക്കുള്ളൂ. ഹിസ്റ്ററി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷനാണ് കഴിഞ്ഞ 10-12 വർഷങ്ങൾ അല്ലെങ്കിൽ 11 വർഷങ്ങളായിട്ടുള്ള UPSCൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ ട്രെൻഡ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹിസ്റ്ററി റിവിഷൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള 2011 തൊട്ട് 2021 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഷ്യൻ ഇന്ത്യ എന്താണ്, മിഡീവൽ ഇന്ത്യ എന്താണ്, മോഡേൺ ഇന്ത്യ എന്താണ്, ആർട്ട് ആൻഡ് കൾച്ചർ എന്താണ് UPSCൻ്റെ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹിസ്റ്ററി ഒന്ന് റിവിഷൻ ചെയ്യാം. 2011 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ 2011 ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. ജെയിൻ ഫിലോസഫി ഹോൾഡ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. സോ ഒരു കാര്യം ഉറപ്പാണ്, ഈ റിലീജിയനൊക്കെ UPSCക്ക് ഫേവറേറ്റ് ആണ്. റിലീജിയനും അല്ലെങ്കിൽ കൾച്ചറും അല്ലെങ്കിൽ ട്രഡീഷൻസും കസ്റ്റംസും അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫീസും അല്ലെങ്കിൽ റിലീജിയസ് ടെസ്റ്റൊക്കെ UPSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. സോ ഒബിയസ്ലി ഫിലോസഫീസ് ആർ ഇമ്പോർട്ടൻറ്റ്, വേൾഡ് റിലീജിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, ദർ കൾച്ചറൽ ട്രഡീഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ജെയിൻ ഫിലോസഫി ദാറ്റ് ഹോൾഡ്സ് വേൾഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ യൂണിവേഴ്സൽ ലോ. ജൈനിസത്തിലും ബുദ്ധിസത്തിലും ഒന്നും എന്തില്ല, ക്രിയേറ്റർ ഗോഡിൽ വിശ്വാസമില്ല. റിഗാർഡിംഗ് ദ ഇൻഡസ് സിവിലൈസേഷൻ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ബുദ്ധിസം ജൈനിസം പഠിക്കുമ്പോൾ, അതിൻ്റെ ഡോക്ട്രിൻസ് പഠിക്കുമ്പോൾ, അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ, അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നൗ ഇൻഡസ് വാലി സിവിലൈസേഷൻ, it was predominantly a secular civilization and religious element, though present, did not dominate the scene. During this time, cotton was used for manufacturing textiles in India. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിലൂടെ എന്തു സംഭവിച്ചിട്ടുണ്ട്, ഈ സോ കോൾഡ് കോട്ടൺ ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇൻഡസ് സിവിലൈസേഷൻ, they produced cotton, they exported cotton, they are the earliest cotton producers and exporters of the world. അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാം തീർച്ചയായിട്ടും കോട്ടൺ ടെക്സ്റ്റൈൽസ് എക്സിസ്റ്റഡ്. അവർ ഉപയോഗിച്ചിരുന്നു, സ്കേർട്ടും അല്ലെങ്കിൽ ഷോൾസും കോട്ടൺ ഫാബ്രിക്, കോട്ടൺ ടെക്സ്റ്റൈൽസ് അവർ ഉപയോഗിച്ചിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് predominantly a secular civilization, religious element though present did not dominate the scene. അത് ശരിയാണ്. റിലീജിയൻ ഉണ്ടായിരുന്നു, പക്ഷേ റിലീജിയൻ ഒരു ഡൊമിനേറ്റിംഗ് ഫാക്ടർ അല്ലായിരുന്നു. കുറേ കൂടി സെക്കുലർ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരു സെക്കുലർ സിവിലൈസേഷൻ ആയിരുന്നു. റിലീജിയൻ പ്രാക്ടീസ് ചെയ്തിരുന്നു എങ്കിൽ കൂടി റിലീജിയൻ ഒരു ഡൊമിനന്റ് ഫാക്ടർ അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഡസ് സിവിലൈസേഷൻ പഠിക്കുമ്പോൾ ചപ്പുചവർ പോലെ കണ്ടതും കേട്ടതും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻഡസ് സിവിലൈസേഷന്റെ സൊസൈറ്റി, എക്കണോമി, കൾച്ചർ, റിലീജിയൻ, സ്റ്റാറ്റസ് ഓഫ് വിമൻ, ഇങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ട്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നൗ ധർമ്മ Rida depicts the central idea of ancient Vedic civilization of India. In this context, consider the following. അവിടെ ചോദിച്ചിരിക്കുന്നത്, ധർമ്മ was a conception of obligations and discharge of one's duties to oneself and others. ശരിയാണ്. Rida was the fundamental model of governing the functioning of the universe and all it contained. രണ്ടും ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അപ്പോൾ അഗെയിൻ വേദിക് സിവിലൈസേഷൻ പഠിക്കുമ്പോൾ വേദിക് സിവിലൈസേഷൻ അതിൻ്റെ വേദിക് ഏജും ലേറ്റർ വേദിക് ഏജിലും വളരെ കോറായിട്ടുള്ള കുറേ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, ടെർമിനോളജീസ് ഉണ്ട്. അത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ അഗെയിൻ മോഡേൺ ഇന്ത്യ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ, മിഡീവൽ ഇന്ത്യയിൽ നിന്നൊന്നും ചോദിച്ചിട്ടുമില്ല. 2011 മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും there is a question, the tendency for increased litigation was visible after the introduction of the land settlement system of Lord Cornwallis in 1793. Reason for this are normally traced to which of the following provisions. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ക്ലിയർ ആണ്. മോഡേൺ ഇന്ത്യയൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊളോണിയൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഇവിടെ വന്ന കുറേ റിഫോമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഗവർണേഴ്സ്, വൈസ് റോയ്സ് ഉണ്ട്. അവരിവിടെ ബെല്ലി ഡാൻസ് കളിക്കാൻ വന്നവരല്ല, സർക്കസ് കാണിക്കാൻ വന്നവരല്ല. They basically mean for
colonizing this India. They made British India or India as their most valuable colony. Anyway, അവരിവിടെ വന്നു. ഇന്ത്യനെ കൊളോണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കോളനിയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ സിവിൽ സർവീസ് റിഫോംസ് ഉണ്ട്, എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ട്, ജുഡീഷ്യൽ റിഫോംസ് ഉണ്ട്, ലാൻഡ് റവന്യൂ റിഫോംസ് ഉണ്ട്, റെയിൽവേ റിഫോംസ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് റിഫോംസ് ചെയ്തു. ഇതിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം they wanted to maintain their colonial legacy or colonial dominance over Indian society, economy and polity. Okay, അപ്പോൾ അവർ കൊണ്ടുവന്ന റിഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കോൺവാലിസ് റിഫോംസിൽ യെസ്, making Zamindars position stronger. Yes, what is the reason for tendency of increased litigation? ഈ judicial reforms, Cornwallisന്റെ judicial reforms, yes, അതിനുശേഷം there is a tendency for increased litigation. അതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. മേക്കിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഓവർലോഡ് ഓഫ് സെമീൻഡാർസ് എലിമിനേറ്റ് ചെയ്യാം. മേക്കിംഗ് ജുഡീഷ്യൽ സിസ്റ്റംസ് മോർ എഫിഷ്യന്റ് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ശരിക്കും ഇതിലൊന്നും ആൻസേഴ്സ് ഇല്ല. അപ്പൊ UPSC ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇട്ട് തരും. ബട്ട് ബേസിക് ലോജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻക്രീസ്ഡ് ലിറ്റിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം അവിടെ കോർട്ട് ഫീ അബോളിഷ് ചെയ്തു. അപ്പോൾ ഏതവനും ആരെയും കേസിൽ പിടിച്ച് കോർട്ടിലേക്ക് കൊണ്ടുവരാം എന്നൊരു അവസ്ഥ വന്നു. സോ ദാറ്റ് വാസ് ദ റീസൺ. None of the above is your answer. Which of the following observations not true about Quit India movement? Quit India കുറിച്ച് തെറ്റായിട്ടുള്ളത് എന്താണ്? Not true, not correct. It was a non-violent movement. Exactly. It was a non-violent movement. Quit India നമ്മൾ കണ്ടു. ഗാന്ധിജി ഒരു പവർഫുൾ ഒരു പവർ പാക്ട് മെസ്സേജ് കൊടുത്തു. ഡു ഓർ ഡൈ മെസ്സേജ് സ്പീച്ച് കൊടുത്തു. അതിനുശേഷം എല്ലാ ലീഡേഴ്സിനെയും ഒരു സിംഗിൾ സ്വീപ്പിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കുന്നു. ഇതൊരു ലീഡർലെസ് മൂവ്മെന്റ് ആയി. യൂത്തിന്റെ കയ്യിലേക്ക് ചോര തിളയ്ക്കുന്ന ഞരമ്പുകളിൽ തിളയ്ക്കുന്ന ചോര ഓടുന്ന യൂത്തിന്റെ കൈകളിലേക്ക് ലീഡർഷിപ്പ് കൈമാറി പോകുന്നു. അങ്ങനെ റവല്യൂഷണറീസും യൂത്തന്മാരും കൂടിയിട്ട് ക്വിറ്റ് ഇന്ത്യ ഒരു സോ കോൾഡ് ഒരു പവർ പാക്ട് ആക്ഷൻ അഡ്വഞ്ചർ പ്രോഗ്രാം ആക്കി മാറ്റുന്നു. യു ക്യാൻ സീ ദാറ്റ് ഇതിൽ ത്രൂ ഔട്ട് വയലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, റെയിൽവേ ട്രാക്കിന് പടക്കം വെക്കുക, അല്ലെങ്കിൽ ബോംബ് വെക്കുക, അല്ലെങ്കിൽ പാലം പൊട്ടിക്കുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് തീയിടുക, പോലീസ് സ്റ്റേഷന് തീയിടുക, അങ്ങനത്തെ കുറേ നയന മനോഹരങ്ങളായിട്ടുള്ള പ്രോഗ്രാംസ് ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ സെഡ് just for just kidding only. What I said is ഇതൊരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ്. നോൺ വയലന്റ് അല്ലായിരുന്നു, വയലൻസ് ഉണ്ടായിരുന്നു, ഫുള്ള് വയലൻസ് ആയിരുന്നു. ഗാന്ധിജിന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറി, ഡു ഓർ ഡൈ എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. സോ ഒബിയസ്ലി ഇറ്റ് വാസ് ഇതിൽ വയലൻസും നോൺ വയലൻസ് എല്ലാം കൂടി ചേർന്ന ഒരു സംഭവമായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ആൻസർ ഈസ് എ. With reference to the colonial era, home charges formed to what? Home charges. അപ്പൊ അങ്ങനെയുള്ള ടേംസ് മോഡേൺ ഇന്ത്യയിൽ അങ്ങനത്തെ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ. ഫണ്ട്സ് യൂസ് ടു സപ്പോർട്ട് ഇന്ത്യൻ ഓഫീസ് ഇൻ ലണ്ടൻ. ട്രൂ. Funds used to pay salaries and pensions to British personnel engaged in India. True. Fund used to pay salaries, pension. Yes. Fund used for waging wars outside. RC ദത്തിന്റെ if you go for RC ദത്ത് ഇവിടെ ഒരുപാട് എക്കണോമിസ്റ്റ് ഉണ്ട്, എക്കണോമിക് ക്രിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ബുക്സിൽ അല്ലെങ്കിൽ അവര് ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യനെ കൊളോണൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ത്യനെ എക്കണോമിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻസ്ലൈവ് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെ അവർ എഴുതിയ കൃതികളിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഹോം ചാർജസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്താണെന്നുള്ളത്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹോം ചാർജസ് എന്ന് പറയുന്നത്. യു ക്യാൻ for Delhi 1, 2, 3, 1, 2 and 3. Now, reason for Gandhiji to organize Satyagraha on behalf of these peasants of Kera Satyagraha. Gandhiji's early localized movements on Kera അല്ലെങ്കിൽ Kera Satyagraha. Administration did not suspend land revenue collection in spite of drought. That was the reason. Administration proposed to introduce a permanent settlement in Gujarat. ഗുജറാത്തിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഇല്ല. നമുക്കറിയാവുന്നതാണ്. മഹൽവാരി എവിടെയാണ്, പെർമനന്റ് എവിടെയാണ്, റിയോട്ടുവാരി എവിടെയാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. സോ പെർമനന്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈസ്റ്റേൺ സൈഡിലാണ്, സെമീൻഡാർസ് കൂടുതലുള്ള ഏരിയാസിലാണ്. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒഡീഷ റീജിയൻസിലേക്കാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായിരുന്നു ഖേദ സത്യാഗ്രഹത്തിന്റെ കാരണം. There is a question. William Wedderburn and W.S. Kane, they set up Indian Parliamentary Committee in 1893. അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. സോ ഒബിയസ്ലി ഇന്റൻഷൻ എന്താണ്? ടു എഡ്യൂക്കേറ്റ് ഫോർ ഇന്ത്യൻ പൊളിറ്റിക്കൽ റിഫോംസ് ഇൻ ദ ഹൗസ് ഓഫ് കോമൺസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ദിസ് ഇസ് എ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്താണെന്നുള്ളത്. അത് ഒരു ഇയറിൻ്റെ അല്ല, ത്രൂ ഔട്ട് ഈ 10-11 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്താൽ
വ്യക്തമായ ധാരണയുണ്ടാവും എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളത്. Now Gandhiji's statement or see അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Unto this last, yes, Gandhiji said that some of his deepest convictions were reflected in a book titled Unto This Last, and book transformed his life. What was the message from the book that transformed Gandhi's life? Unto the last. അതിൽ നിന്നുള്ള മെസ്സേജ് എന്താണ്? Uplifting oppressed and poor is the moral responsibility of an educated man. The good of the individual is contained in the good for all. The life of celibacy and spiritual pursuit are essential for a noble life. Then these all the statements are true. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേഷന് സാധ്യതയുണ്ട്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യാം. സിമ്പിളി ഗാന്ധിജീന്റെ സർവോദയ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മൈൻഡിൽ കത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ദ ഗുഡ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഗുഡ് ഓഫ് ഓൾ. Simple. With reference to, yes, the era of Indian freedom struggle, which of the following recommended by Nehru report? അപ്പോൾ വീണ്ടും ഇവിടെ കുറേ റിപ്പോർട്ട്സ് ഉണ്ട്, കുറേ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നെഹ്റു റിപ്പോർട്ട്, ദ ഫസ്റ്റ് അവർ ഇന്ത്യൻ അറ്റംപ്റ്റ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ? നോ. അതുകൊണ്ടാണ് അവിടെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റു ഒക്കെ ഫൈറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. നെഹ്റു റിപ്പോർട്ടിൽ യെസ്, ഇമ്മീഡിയറ്റ് ഡിമാൻഡായിട്ട് അവർ പ്രപ്പോസ് ചെയ്യുന്നത് ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ആദ്യത്തത് തെറ്റി. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ചോയ്സ് എയും സിയും ഡി എല്ലാം എലിമിനേറ്റ് ചെയ്ത് നമ്മൾ അവസാന ആൻസറിലേക്ക് എത്തി, 2 and 3 എത്തി. ജോയിന്റ് ഇലക്ടറേറ്റ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ മൈനോറിറ്റീസ് 2 ആണ്. പ്രൊവിഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ പീപ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് രണ്ടും ശരിയാണ്. ജോയിന്റ് ഇലക്ടറേറ്റ് പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ പീപ്പിൾ ഓഫ് ഇന്ത്യ അതും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 2 and 3 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എടുക്കാം. Then moving on to the next question. Yes, a common factor for tribal insurrections in India in the 19th century. നിങ്ങൾ ആ ചോയ്സസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലതൊക്കെ സബ്സിഡറി ഫീച്ചേഴ്സ് ആവാം, സബ്സിഡറി റീസൺസ് ആവാം, സപ്ലിമെന്ററി റീസൺസ് ആവാം. പക്ഷേ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള റീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ഫോർ ഓപ്ഷൻ ഡി, the complete disruption of old agrarian order of the tribal communities. So tribal communities are important for you. Tribal insurrections are important for you. Tribal uprisings were there, peasant uprisings were there. അതിന്റെ കോസസും കോൺസിക്വൻസസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ നാച്ചുറൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, with reference to Indian freedom struggle, Usha Mehta is well known for. Usha Mehta, see, ABCD choices are there. ഉഷ മെഹ്ത ആരായിരുന്നു, അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു കാണാൻ പറ്റും. ഷി വാസ് ഉഷ, കാരണം ചില പേഴ്സണാലിറ്റീസ്. അപ്പോൾ അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൻഷ്യൻ്റ് ആയിക്കോട്ടെ, മിഡീവൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, ഓരോ ഈവൻസുമായി ബന്ധപ്പെട്ട കുറേ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. Now there is a question, Indian culture. India maintained its early cultural contacts and trade links with Southeast Asia across the Bay of Bengal. For this preeminence of early maritime history of Bay of Bengal, which of the following could be the most convincing explanation? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, as compared to other countries, India had a better shipbuilding technology in ancient and medieval times. അത് ഓൾമോസ്റ്റ് ശരിയാണ്, വളരെ ലോജിക്കൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജിയിലേക്ക് ഇന്ത്യ അഡ്വാൻസ്ഡ് ആയിരുന്നു. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുന്നുണ്ട്. ലോത്തൽ വാസ് ആൻ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ്. അവർക്ക് ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ദേ കണ്ടക്റ്റഡ് ട്രേഡ്, മാരിടൈം ട്രേഡ് വിത്ത് മെസപ്പൊട്ടോമിയ അല്ലെങ്കിൽ ഈജിപ്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശതവാഹനാസിന്റെ സീൽ അല്ലെങ്കിൽ കോയിൻസിൽ ലൈക്ക് ഈ പറഞ്ഞ ഷിപ്പ് മോട്ടീവ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചോളാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ചോളാസ് പ്രൊട്ടക്റ്റഡ് ദ ട്രേഡേഴ്സ്, മാരിടൈം ട്രേഡേഴ്സ് ടു ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഐലൻഡ്സ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി യു ചെക്ക് കുഷാനാസ്. അപ്പോൾ ആൻഷ്യൻ മിഡീവൽ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ദ മാരിടൈം ട്രേഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യ ഹാഡ് എ ബെറ്റർ ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ഇൻ ആൻഷ്യൻ മിഡീവൽ ടൈം. ചൈനയ്ക്ക് ഇവിടുന്ന് ഷിപ്പ് വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റൂളേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ഓൾവേസ് പാട്രണൈസ്ഡ് ട്രേഡേഴ്സ്, ബ്രാഹ്മിൻ പ്രീസ്റ്റ് ആൻഡ് ബുദ്ധിസ്റ്റ് മോങ്സ് ഇൻ ദിസ് കോൺടെസ്റ്റ്. ശരിയാണ്, തെറ്റായിട്ടൊന്നുമില്ല അതിൽ. മൺസൂൺ winds across the Bay of Bengal facilitated sea voyages. അറിയത്തില്ല, പക്ഷെ നിങ്ങൾ നോക്കി നോക്കൂ, 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ എയും ബിയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ സി മാത്രം ആൻസർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സി ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ
You see that the C only is എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലി നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ വി വിൽ ഗോ ഫോർ ഡി. ബോത്ത് എ ആൻഡ് ബി ആർ കൺവിൻസിങ്. ഡൽഹി ആണ് നിങ്ങളുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ സിമ്പിൾ, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഇതുപോലെ എല്ലാ വർഷത്തെയും 11 തൊട്ട് 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം എടുക്കും. ലൈക്ക് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യൂ, ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കൂ. കാരണം വേറൊന്നുമില്ല, ഹിസ്റ്ററി ഒരു സ്റ്റാറ്റിക് സബ്ജക്ട്സ് ആണ്. ഇതിന്റെ പാറ്റേണും ട്രെൻഡും ക്വസ്റ്റ്യൻസിന്റെ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ UPSC ഹിസ്റ്ററിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ അറിയാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.